കേരളത്തിൽ കടുത്ത വേനലും വൈദ്യുതി ഉപയോഗത്തിലുണ്ടായ അമിതമായ വർധനവും കാരണം വൈദ്യുതി വിതരണത്തിൽ പ്രതിസന്ധി നേരിടുകയാണ്. ഈ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB തീരുമാനിച്ചു. വൈദ്യുതി ഉപഭോഗം ഏറ്റവും കൂടുന്ന സമയത്തെ ഗ്രിഡിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയാണ് ഈ നിയന്ത്രണം നടപ്പിലാക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ ഒരേ സമയത്ത് വൈദ്യുതി മുടങ്ങില്ല, പകരം ലോഡ് കൂടുന്നതിനനുസരിച്ച് പ്രാദേശികമായിട്ടായിരിക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. വൈദ്യുത വിതരണ സംവിധാനം തകരാറിലായിരിക്കാനും വൻതോതിലുള്ള ബ്ലാക്ക് ഔട്ട് ഒഴിവാക്കാനുമാണ് ബോർഡ് ഈ മുൻകരുതലുകൾ നടപടി സ്വീകരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനായി വൈകുന്നേരത്തെ തിരക്കേറിയ സമയങ്ങളിൽ അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ വലിയ രീതിയിൽ ബാധിക്കാത്ത വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് KSEB ഒരുക്കുന്നത്. ദീർഘനേരം വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ ബോർഡ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. ഓരോ പ്രദേശത്തും പരമാവധി 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാത്രമായിരിക്കും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. ലോഡ് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ അരമണിക്കൂർ വരെ നീളുകയുള്ളൂ. വൈകുന്നേരം 7 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയമാണ് വൈദ്യുതി ഉപയോഗം ഏറ്റവും കൂടുന്നത്. ഈ സമയത്തായിരിക്കും നിയന്ത്രണങ്ങൾ കൂടുതലായും ഏർപ്പെടുത്തുക. എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയത്ത് വൈദ്യുതി മുടങ്ങില്ല, പകരം സബ്സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് ലോഡ് ഷെഡിംഗ് നടത്തുക. ഇതുവഴി ഒരു പ്രദേശം ദീർഘനേരം ഇരുട്ടിലാക്കുന്നത് ഒഴിവാക്കാം. ആശുപത്രികൾ, പമ്പിംഗ് സ്റ്റേഷനുകൾ തുടങ്ങിയ അത്യാവശ്യ സേവനങ്ങളെ ഈ നിയന്ത്രണത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കാൻ ബോർഡ് ശ്രമിക്കും. പെട്ടെന്നുള്ള വൈദ്യുതി തടസ്സം മൂലം ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കാൻ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായം തേടുകയാണ് KSEB. കൃത്യമായ വിവരങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ബോർഡ് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രദേശങ്ങളിലെ ഉപഭോക്താക്കൾക്ക് സാധ്യമാകുന്ന സാഹചര്യങ്ങളിലെല്ലാം SMS വഴി വിവരങ്ങൾ മുൻകൂട്ടി നൽകുമെന്ന് KSEB അറിയിച്ചു. KSEB-യിൽ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്താക്കൾക്കായിരിക്കും ഈ സേവനം പ്രാഥമികമായി ലഭ്യമാവുക. ഏത് സമയത്താണ് നിയന്ത്രണം ഉണ്ടാവുക എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. SMS കൂടാതെ KSEB-യുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴിയും വെബ്സൈറ്റ് വഴിയും പ്രാദേശികമായിട്ടുള്ള നിയന്ത്രണങ്ങളുടെ ഷെഡ്യൂൾ ലഭ്യമാക്കും. ഓരോ പ്രാദേശിക സെഷൻ ഓഫീസുകൾ വഴിയും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ട്രാൻസ്ഫോമറുകളുടെയും ഫീഡറുകളുടെയും വിവരങ്ങൾ നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുത നിയന്ത്രണങ്ങളുടെ സമയം കുറയ്ക്കാനും ഗ്രിഡ് തകരാറുകൾ ഒഴിവാക്കാനും ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത അനിവാര്യമാണെന്ന് KSEB വ്യക്തമാക്കുന്നു. പ്രഖ്യാപിത നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് ബോർഡ് അറിയിച്ചു. വൈദ്യുത ഉപയോഗം അതിന്റെ പരമാവധിയിൽ എത്തുന്ന വൈകുന്നേരം 7 മണി മുതൽ 11 മണി വരെയുള്ള സമയത്താണ് നിയന്ത്രണം ഏറ്റവും അത്യാവശ്യം. ഈ സമയത്ത് അനാവശ്യമായ ലൈറ്റുകളും ഫാനുകളും ഓഫ് ആക്കുന്നത് വലിയ മാറ്റമുണ്ടാക്കും. പീക്ക് സമയങ്ങളിൽ വാഷിംഗ് മെഷീൻ, മിക്സി, ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കർ, വാട്ടർ ഹീറ്റർ, മോട്ടോർ തുടങ്ങിയ അമിത വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസോ അതിനു മുകളിലോ ക്രമീകരിക്കുന്നത് വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. സാധ്യമെങ്കിൽ പീക്ക് സമയങ്ങളിൽ AC-യുടെ ഉപയോഗം നിയന്ത്രിക്കുക. ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണം പാലിക്കുകയാണെങ്കിൽ ലോഡ് ഷെഡിംഗ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് ഒഴിവാക്കാനും തടസ്സമില്ലാത്ത വൈദ്യുത വിതരണം ഉറപ്പാക്കാനും സാധിക്കും. സംസ്ഥാനം നേരിടുന്ന ഈ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന്റെയും KSEB-യുടെയും നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ചെറിയ ക്രമീകരണങ്ങളിലൂടെ വലിയ ഇരുട്ടടി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും.